ബേസൻ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ഹീറ്റിൽ ചൂടാക്കിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ചെയ്യണത് പാൻ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നെയ്യ് ഇട്ട് കൊടുക്കണം. നമ്മൾ ആക്ച്വലി എടുത്ത് വെച്ചത് 1/2 കപ്പ് നെയ്യാണ്. പക്ഷെ അത് മൊത്തം ഉപ്പിടാനുള്ള നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ആഡ് ചെയ്യണത്. വെയിറ്റ് ചെയ്യുക. നെയ്യൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ അടുത്ത തന്നെ ബേസൻ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ഇവിടെ നമ്മുടെ നെയ്യ് ഉരുകിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അധികം ചൂടൊന്നും വേണ്ട, കാരണം വെച്ചാൽ നമ്മളിവിടെ ബേസൻ ഫ്ലോർ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോണെയാണ്. അപ്പൊ അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോണത് ബേസൻ ഫ്ലോർ ആണ്. ഇതിപ്പോ ഞാൻ എടുത്ത് വെച്ചാൽ 2 കപ്പ് ബേസൻ ഫ്ലോർ ആണ്. അത് മൊത്തം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ബേസൻ ഫ്ലോർ നമുക്ക് നെയ്യിലിട്ട് നല്ലോണം സ്റ്റർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ആ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ബേസിന്റെ പച്ച മണമൊന്നും ഒരു പച്ച ചവയൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് എഫേർട്ട് ഇടണം. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് കൊടുക്കാം. ഈ ഇളക്കണ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യിൽ കട്ടി കൂടി കിടക്കുന്ന ഈ ലംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന്റെ കളറ് മാറും. പിന്നെ ഒരു നല്ലൊരു നമ്മുടെ കടലമാവിനൊരു ബേസൻ ഫ്ലോറിന് ഒരു മണമുണ്ട്, ഒരു പച്ച മണമുണ്ട്. അത് മാറി ഒരു എങ്ങനെ പറയാ, കുറച്ചുകൂടി ഒരു നട്ടി മണമായിരിക്കും വന്നത്, നട്ടി ഫ്ലേവറിൻ്റെ ആയിരിക്കും വന്നത്. നിങ്ങൾക്ക് ഇത് ക്യാമറയിൽ കൂടി കാണാൻ പറ്റണ്ട ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഒരു മീഡിയം ഹീറ്റിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണായിരുന്നു. നമുക്ക് ഇനിയും ഒരു 2 സ്പൂൺ നെയ്യും കൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഈ നെയ്യ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്യണം, വേറെ ഒന്നും കൊണ്ടല്ല. നെയ്യ് നമ്മളെല്ലാം കൂടി ഒറ്റയടിക്കിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതെല്ലാം പോകും. ഇപ്പം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫ്ലേവർ നമുക്ക് കുറെ കൂടി, നമ്മൾ ആ പച്ച ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്യണത്. ഇതിപ്പോൾ ഏകദേശം നമ്മളിത് പാനിലേക്ക് ബേസൻ ഫ്ലോർ ഇട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. നമ്മൾ അതിൻ്റെ ഇടക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുത്തി ഇളക്കി കൊടുക്കുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനത്തെ ഒരു സ്പാച്ചുല എപ്പോഴും അടിപൊളിയാണ്. നമുക്കിവിടെ കാണാം നമ്മുടെ ബേസൻ ലഡു കുറച്ച് എന്താ പറയുക, ഒരു വെള്ളം പോലെയൊക്കെ ഇങ്ങനെ സോഫ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടി എന്നുള്ളൊരു സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ കാണാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസൻ ഫ്ലോർ നല്ലോണം കുക്കായി എന്നുള്ള അർത്ഥമാണ്. പക്ഷെ നമുക്ക് വേണ്ട പാകത്തുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. നമുക്ക് നല്ലോണം കുറച്ച് നെയ്യൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരും. നെയ്യ് പിന്നെ കുടിക്കാണ്ടാവുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാം ഇതിപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു കുറുക്ക് പരുവത്തിലായിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ മാവ്, നമ്മുടെ ബേസൻ ഫ്ലോർ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഇനി എണ്ണ, അതായത് നമ്മളിട്ട നെയ്യ് ഇറങ്ങി തന്നെയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ബേസൻ ഫ്ലോർ പാനിൽ ഇട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. നിർത്താണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാരണം വേറെ ഒന്നല്ല, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇതിപ്പോൾ ഈ ഭാഗം മാത്രം ഞാൻ ഇങ്ങനെ ഇളക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം അടിക്കുടിക്കാൻ നല്ല കറുത്ത് പോകും ചെറുതായിട്ട്. അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും ബേസൻ ഫ്ലോർ നമുക്ക് എല്ലായിടത്തും ഒരേ രീതിക്കാണ് കുക്ക് ആവാനായിട്ട്.
ഇപ്പം നമുക്കിവിടെ കാണാം നമ്മുടെ ബേസൻ ലഡുവിൻ്റെ ആ ഒരു മിക്സ്ചർ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ അന്ന് എണ്ണ നല്ലോണം റിലീസ് ചെയ്തിട്ടുണ്ട്, ഗീ നല്ലോണം റിലീസ് ആയിട്ടുണ്ട്. അതിൻ്റെ കളറും മാറിയിട്ട് നല്ലൊരു മണവും വരുന്നുണ്ട്. നമുക്കൊരു നട്ടി സ്മെൽ എന്നൊക്കെ പറയും. ആ സ്മെല്ല് എങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നല്ലൊരു റോസ്റ്റൊക്കെ ആയ ഒരു മണമാണ് വരുന്നത്. നമ്മളിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാൻ പോണേ. ഞാൻ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കും. നമുക്കിവിടെ കാണാൻ ഇപ്പം എന്ത് സംഭവിക്കണം എന്നുള്ളത്. ഇവിടെ കണ്ടോ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് മാറിയതെന്നുള്ളത്. കുറച്ചും കൂടി എനിക്ക് വെള്ളം വേണം. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതൊരു തണുത്ത, അതായത് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ഇടാമാണ്. കണ്ടില്ല നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് മാറിയെന്നുള്ളത് നോക്കിയേ. ആ വെള്ളം പോലെ എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കട്ടിയുള്ളൊരു ഫോമായി. ഇത് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാൻ പോകണതാണ്. അടുത്തത് നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത വെച്ചാൽ മിക്സർ തണുത്തൊരു പാനിലേക്കാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ വേ ഓഫ് ലഡു ഉണ്ടാക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബൂറ എന്ന് പറഞ്ഞൊരു സാധനമാണ് ആഡ് ചെയ്യണത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, പഞ്ചസാര ഒരു സിറപ്പ് പോലെ ആക്കിയിട്ട് പിന്നെ അത് കട്ടിയാക്കി ഉടച്ചെടുക്കുന്നതാണ് ബൂറ എന്ന് പറഞ്ഞത്. നമുക്ക് നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മലയാളം പേരെന്താ നിങ്ങൾക്ക് അറിയാൻ പാടില്ല കേട്ടോ, സോറി. നമ്മളിവിടെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ ഷുഗറാണ്. ഞാനിവിടെ പൗഡർ ഷുഗർ ചെയ്തേക്കണത് 1.5 കപ്പാണ് എടുത്തേക്കണത് പഞ്ചസാര. അതിൽ ഒരു 5 പോട് ഏലക്ക ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു പൗഡർ ഷുഗർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കണ്ട, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് ഇളക്കേണ്ടത്. ശരിക്കും നമുക്കിത് കൈവച്ചാണ് ഇളക്കേണ്ടത്, അപ്പോഴാണ് നല്ല രീതിക്ക് മിക്സ് ആവാം. ആക്ച്വലി ഇത് ഇളക്കുകയല്ല ചെയ്യണം, നമ്മൾ ആക്ച്വലി ഇത് റബ്ബാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ തേച്ചാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. നമുക്കിനി ഇതിലേക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പഞ്ചസാര ഒന്നും വേസ്റ്റ് ചെയ്യാനുള്ള, എല്ലാം പഠിച്ചതിൻ്റെ ഡമോണാണ്. പക്ഷെ എല്ലാം കൂടി ഇട്ടാൽ ഇളക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചൂടോടെയാണ് ഇതെല്ലാം മിക്സ് ചെയ്യേണ്ടത്. ഇത് തണുക്കും തോറും കട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിത് കൈക്ക് കുഴപ്പമില്ലെന്നുള്ളൊരു ചൂടായിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ബേസനിലോട്ട് നല്ലോണം ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു നോക്കിയ ശേഷം അടിപൊളിയായിട്ടുണ്ട്, ശരിക്കും ഇഷ്ടപ്പെട്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കറുത്ത മുന്തിരി സുൽത്താനാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് സുൽത്താനാസ്, കാഷ്യൂ നട്ട്, ആൽമണ്ട്, പിസ്ത എന്ത് വേണമെങ്കിലും അത് ആഡ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ കൊണ്ട് ഇതാണ് ആഡ് ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇല്ലെന്നാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഓരോ പീസിലും ഓരോ ഉണ്ട ഉണ്ടാക്കുന്നതിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഈവൻലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചുമ്മാ ഇട്ടാണ്, ബാക്കി ഞാൻ ഓരോ ഉണ്ടയിൽ വെച്ച് കൊടുക്കണം. സോ ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് ഉണ്ട പിടിക്കാൻ പോണേ.
അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 കൈ ഒന്ന് കഴുകി നനയ്ക്കാൻ പറയാം. ഞാൻ എൻ്റെ 2 കൈയും കഴുകിയിട്ടുണ്ട്. കൈയിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് നെയ്യ് ഞാൻ പുരട്ടി കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിപ്പം നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചൂടോടെയാണ് ചെയ്യണത്, അതുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയ ടാസ്കേ അല്ല. തണുത്തിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും, അതൊന്ന് ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നല്ലൊരു ഉണ്ടാക്കിയെടുക്കാം. ഇത് ഓരോ ഇതിനകത്തും നമുക്ക് പ്രസ് കൊടുക്കണം, നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കാനായിട്ടത്. ഞാൻ നേരത്തെ പീസിൽ മുന്തിരി വെക്കാഞ്ഞാണ് ശരിക്കും, വേറെ ഒന്നല്ല. ആ പീസിൽ ഞാൻ നോക്കിയപ്പോൾ ഓൾറെഡി 2 ഉണ്ടായിരുന്നു. സോ കണ്ടില്ല, ഇവിടെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിതെല്ലാം ഉണ്ടാക്കാം. സോ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ എളുപ്പത്തിൽ ബേസൻ ലഡു ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടാതെ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ഡെലിക്കസിയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്, നിങ്ങൾക്കും ശരിക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ് ഷെഫ് താടിക്കാരൻ.